ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സോയ ചങ്ക്സിലെ അത് വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ സോയ ചങ്ക്സ് വെച്ചിട്ട് ഒരുപാട് ഐറ്റം ഉണ്ടാക്കാറുണ്ടല്ലോ. കറി ഉണ്ടാക്കും, ബിരിയാണി ഉണ്ടാക്കും, ഫ്രൈ ഉണ്ടാക്കും. അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, ആദ്യമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ നന്നായി കഴുകി എടുക്കണം. ഞാനൊരു ചട്ടിയിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളം ചൂടായതിന് ശേഷം നമ്മൾ കഴുകി എടുത്തു വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി വേവിച്ചെടുക്കണം കേട്ടോ. ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഇപ്പം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു അല്പ പാത്രത്തിലോട്ട് ഊറ്റി കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ചൂടൊക്കെ മാറാനായിട്ട് നമ്മൾ ഒന്ന് കഴുകിയെടുത്ത് ഇനി ഇതിലുള്ള ബാക്കി വെള്ളം നമുക്ക് കൈ കൊണ്ട് നല്ലോണം പിഴിഞ്ഞിട്ട് ഇങ്ങനെ എടുക്കണം കേട്ടോ. അതിലുള്ള വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് ആദ്യം ഒരു വട്ടം അരച്ചു, എന്നിട്ട് നമ്മൾ അത് ഒരു പാത്രത്തോട്ട് മാറ്റിക്കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാം അരച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ വലിയൊരു സവാളയും കൂടി ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 പൊട്ടാറ്റോ, വേവിച്ച പൊട്ടാറ്റോ ആണ് കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് ഉടച്ചെടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഗരം മസാല, ഞാൻ ഉണ്ടാക്കിയ ഗരം മസാല ആണ് കേട്ടോ വീട്ടിൽ. പിന്നെ ഒരു മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലോട്ട് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ ഇട്ട ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഈ സോയ ചങ്ക്സിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിനെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് എടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ പരത്തി എടുക്കാൻ വേണമെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ ഇതുപോലെയൊക്കെ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രെഡ് പൊടിയാക്കി എടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഉരുളകളാക്കി വെച്ച സോയ ചങ്ക്സിനെ ഈ ബ്രെഡ് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. ഞാൻ എണ്ണ ചൂടാവാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായ എണ്ണയിലിട്ട് നമുക്ക് ഇതിനെ വറുത്ത് പോരാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇനി ഇത് ട്രൈ ചെയ്തിട്ട് കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. ഒരു സൈഡ് ബ്രൗൺ നിറമായതിനു ശേഷം നമുക്ക് തിരിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ സാധനവും ഇതിൽ വെന്ത് തന്നെ ഇട്ട് കൊടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യത്തെ വട്ടം ഇട്ട് കൊടുത്തത് ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ അതിന് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പം നമ്മൾ ഇതിലോട്ട് ടൊമാറ്റോ സോസാണ് എടുത്തിട്ടുണ്ടത്. അപ്പം ഞാൻ ഒരു കഷ്ണം അതിൽ നിന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ട്.
കുഴപ്പമില്ല. എന്നാലും ഓവർ ടേസ്റ്റൊന്നുമില്ല. നമ്മൾ പൊട്ടാറ്റോ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കട്ട്ലറ്റിൻ്റെ അത്ര ടേസ്റ്റൊന്നുമില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓവർ ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും കഴിക്കാനൊക്കെ രസമുണ്ട്. നമ്മൾ അതിലിടുന്ന മസാലയുടെ ഇതുപോലെ ഇരിക്കും. ചിക്കൻ മസാല, 1, 2, 3 മസാല അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായ സ്വാദ് കൊണ്ട് ഈ സോയാ ചങ്ക്സിനും നല്ലൊരു സ്വാദായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ടൊമാറ്റോ സോസിലൊക്കെ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.